ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭ പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അത് ഞാൻ പറയുണ്ടായി, ബ്രേക്ക് എത്ര പ്രകാരത്തിലുണ്ട്, അതിലേതെല്ലാം സിസ്റ്റമാണ് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം കുറേ കാര്യങ്ങൾ ഞാൻ പറയുണ്ടായി. ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ അതേ ബ്രേക്ക് സിസ്റ്റത്തിലുള്ള വേറെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബ്രേക്കുകളെല്ലാം, ആദ്യം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ഇതാണ് അവർ പറയുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്: വണ്ടി സ്ലോ ഡൗൺ ചെയ്യുവാനും നിർത്തുവാനും നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തുവാനും വേണ്ടി എന്ത് സിസ്റ്റം ഉണ്ടോ അതിനെയാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ബ്രേക്ക്? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്: വണ്ടി സ്ലോ ഡൗൺ ചെയ്യുവാനും അതോടൊപ്പം നിർത്തുവാനും നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തുവാനും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിർത്തിയിട്ട വാഹനത്തിനെ എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉടനെ എന്നാ ചെയ്യുന്നത്? വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കും, അല്ലേ? ഒരൊച്ച കേൾക്കാം, ഒരൊച്ച കേൾക്കാം വലിക്കുന്നത്, അല്ലേ? ആ സിസ്റ്റം എന്നാന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ നമ്മുടെ ഒരു നോച്ചും ഗിയറും കൊടുത്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന അവസ്ഥയിൽ, അതായത് ഹാൻഡ് ബ്രേക്കിൽ നമ്മൾ വിടിയിക്കുമ്പോൾ നമ്മൾ എന്നാ എടുക്കും? സെൻട്രൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് ഞെക്കിയിട്ടാണ് നമ്മൾ താഴേക്ക് വിടുന്നത്, ഇല്ല? അന്നേരം അത് ഈസി ആയിട്ടങ്ങ് പോകും. എന്താ അതിനകത്ത് ആ കാര്യം? ഒരു നോച്ച് കൊടുത്തിരിക്കുക. നോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഹുക്ക് പോലൊരു സാധനം. അത് ഗിയറിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ ഉടനെ ആ നോച്ച് അങ്ങ് പൊങ്ങിയാൽ ഉടനെ അത് ഈസി ആയിട്ട് പുറകോട്ട് റിലീസ് ആയിക്കോളും. അതുപോലെ വലിച്ചു വെക്കാൻ നേരവും നമ്മൾ എന്ത് ചെയ്യും? അതിനെ താഴേക്ക് അമർത്തിയിട്ടാണ് നമ്മൾ വലിക്കുന്നത്. ഓക്കെ, ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തണം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഉരുണ്ടു പോയെന്നൊക്കെ പറയുന്നേക്കാം, ഇല്ലേ? ഗിയറിൽ ഇട്ടാൽ തന്നെ ചില വണ്ടികളൊക്കെ ഗിയറിൽ അങ്ങനെ വരുമ്പോൾ ക്ലച്ചിൻ്റെ കുഴപ്പമാണത്. ക്ലച്ച് ശരിയല്ലാത്ത അവസ്ഥയിൽ ഗിയറിൽ നിന്ന് അത് സ്ലിപ്പായി പോകും. സ്ലിപ്പായാൽ വണ്ടി ഉരുണ്ടു പോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. ഉറപ്പിച്ച് നിർത്താൻ നമ്മളെ ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് അറിയാമോ എവിടെയാണ്? ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ വന്നിട്ട് നമ്മൾ റിയർ വീലിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബ്രേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഇതേമാതിരി ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ അവിടെ സ്ട്രോങ് ആയിട്ട് നിർത്തും. ബ്രേക്ക് കൊടുത്തിട്ട് ക്ലച്ച് പോരാഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചു വെക്കും. ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉടനെ വണ്ടി അവിടെ ഉറപ്പിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്: സ്ലോ ഡൗൺ ചെയ്യുക, നിർത്തുക, നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സിസ്റ്റം വാഹനത്തിൽ. വാട്ട് ഈസ് ബ്രേക്ക് എന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ എഴുതണം. എന്തെഴുതും? സ്ലോ ഡൗൺ ചെയ്യുവാനും നിർത്തുവാനും നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തുവാനും എന്ത് സംവിധാനമാണോ ഇതിനെയാണ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നിങ്ങളിൽ പെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതാനുള്ള ഉപകരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോ. സ്ലോ ഡൗൺ ചെയ്യുവാനും നിർത്തുവാനും നിർത്തിയിട്ട വാഹനത്തിനെ ഉറപ്പിച്ച് നിർത്തുവാനും എന്ത് സംവിധാനമാണോ വാഹനത്തിലുള്ളത് അതിനെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രേക്കിന് തത്വമുണ്ട്. എങ്ങനെ ബ്രേക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ സിസ്റ്റം എന്ത് തത്വത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വാഹനങ്ങളിലെല്ലാം വന്നിട്ട് ബ്രേക്ക് ഷൂ, 2 ബ്രേക്ക് ഷൂ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഒന്ന് പുറകുവശം, വേറൊന്ന് ഫ്രണ്ട് വശം. 2 ബ്രേക്ക് ഷൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ചേസസ് പഠിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് അവിടെ പഠിപ്പിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2 ഷൂ ഉണ്ട്. ഈ 2 ഷൂവ്
നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വണ്ടിയെല്ലാം വന്നിട്ട് നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ ആദ്യമേ ഫ്രണ്ടിലെ ഷൂ ആയിരിക്കും നീങ്ങുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ ഷൂ ആയിരിക്കും ആദ്യം അത് അനങ്ങുന്നത്, മുമ്പോട്ട് തള്ളുന്നത്. ഓക്കെ, അതിനുശേഷം മാത്രമാണ് പുറകിലത്തെ റിയർ സൈഡിലെ ഓർത്തോണം, റിയർ സൈഡിലെ ബ്രേക്ക് ഷൂ പുറകോട്ട് തള്ളിയിട്ട് പിടിച്ചു നിർത്തുന്നത്. ഇതാണ് ബ്രേക്കിൻ്റെ സിസ്റ്റം, ബ്രേക്കിൻ്റെ തത്വം. ഇതെന്താ ഈ തത്വം? നിങ്ങൾക്കറിയാമോ, ഒരു കറങ്ങുന്ന സാധനം എന്തുമായിക്കോട്ടെ, ഞാനിപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ. ഒരു കറങ്ങുന്ന സാധനം പെട്ടെന്ന് നിങ്ങൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളെ കൊണ്ട് കറങ്ങും. ഓക്കെ, ഞാനിതിനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ റൈസ് മില്ല്, അതുപോലെ മില്ലുകളിലൊക്കെ നിങ്ങൾ ഈ ഗോതമ്പൊക്കെ പൊടിക്കാനും മുളകൊക്കെ പൊടിക്കാനും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മോട്ടറിൽ നിന്ന് ബെൽറ്റ് മാറ്റുന്നത് ഇല്ലേ? ബെൽറ്റ് മാറ്റി കഴിഞ്ഞാൽ ഉടനെ എന്നാ സംഭവിക്കും? ആ അള്ളം അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ സ്വല്പനേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു കറക്കം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും? അവരവരുടെ കൈ കൊണ്ട് ആ വീല് ഇതേമാതിരി എന്താ പറയുന്നത് പതുക്കെ ഉരശി കൊടുക്കും. ആ കൂട്ടത്തിൽ അവരുടെ കയ്യിൽ ഉരശി അവർക്ക് മനസ്സിലായി ഇതിൻ്റെ കറക്കം കുറഞ്ഞു. ആ സമയത്തെ അവരതേ കയറി പിടിക്കത്തുള്ളൂ. ഓക്കെ, ഇതാ ബ്രേക്കിൻ്റെ തത്വം. എന്താണെന്നറിയാമോ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നിങ്ങളെ ഫ്രിക്ഷൻ മുഖാന്തരം അതിനെ സ്ലോ ചെയ്തിട്ടേ നിങ്ങൾക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് ബ്രേക്കിൻ്റെ തത്വം. ഓക്കെ, അതാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരസലിൻ്റെ ഇതനുസരിച്ച് നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ സ്ലോ ചെയ്ത ശേഷം ആണ് ബ്രേക്ക് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാം. ഫ്രണ്ടിലെ ഷൂ ആദ്യം നീങ്ങുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രമ്മിനെ അത് ഉരസാൻ തുടങ്ങും. ഉരസി സ്ലോ ആയി കഴിയുന്ന സമയത്താണ് റിയറിലെ ഷൂ ചെന്നിട്ട് പുറകിൽ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിടിച്ചു നിർത്തും. ഇതെല്ലാം വന്നിട്ട് സെക്കൻഡ് അല്ല, അതിനും വളരെ മൈന്യൂട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ബ്രേക്ക് തത്വം പഠിക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാക്കുന്നത്. ആദ്യത്തെ, അതായത് നിങ്ങൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ മുമ്പിലുള്ള ഷൂ പതുക്കെ അനങ്ങിയിട്ട് ആ ഡ്രമ്മിനെ സ്ലോ ചെയ്യാൻ തുടങ്ങിയിട്ട് സെക്കൻഡറി ഷൂ, അതായത് പുറകിലുള്ള ഷൂ പെട്ടെന്ന് പുറകോട്ട് തള്ളിയിട്ട് ആണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലാകുന്നുണ്ട്, വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഇതേമാതിരി തലയൊന്ന് കീഴോട്ട് കുരിക്കിയാൽ നിങ്ങൾ പ്രത്യേകിച്ച് മാരുതി ചെറിയ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കി നിന്നാലും നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് സൈഡ് ഇതേമാതിരി താഴേക്ക് അമരാനുള്ള കാര്യം ഇതാ. ആദ്യമേ ഇതേമാതിരി സ്ലോ ആക്കിയിട്ട് പുറകിലത്തെ റിയർ അല്ലെങ്കിൽ സെക്കൻഡറി ഷൂവ് പുറകോട്ട് പോയിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേന് വണ്ടിക്ക് മുമ്പോട്ട് ഒരു കുതിപ്പുണ്ടാകും. ഇതാണ് ബ്രേക്കിൻ്റെ തത്വം. നിങ്ങൾ ബ്രേക്കിനെ കുറിച്ച് സിസ്റ്റം നിങ്ങളെ സാർ പഠിപ്പിക്കുമ്പം നിങ്ങൾ നോക്കിക്കോണം. ഇതായിരിക്കും തത്വം അവർ പറയുന്നത്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ പെട്ടെന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യും? ഒരു ഷൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ ആദ്യം ഫ്രിക്ഷൻ മുഖാന്തരം സ്ലോ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് ബ്രേക്കിൻ്റെ തത്വം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മളെ ബ്രേക്ക് ഷൂവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഷൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇതിനെ നമ്മൾ ബ്രേക്ക് പല സിസ്റ്റത്തിലുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാമോ, ബ്രേക്കിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറയുന്നുണ്ട് ബ്രേക്ക് എത്ര പ്രകാരത്തിലുണ്ട്. ഡ്രം ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ? ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കും. എന്താ ഈ ഡിസ്ക് ബ്രേക്ക്? എനിക്കെല്ലാം അറിയാം. ഇപ്പം നമ്മുടെ വാഹനങ്ങൾ, നിങ്ങൾ മോട്ടോർ സൈക്കിളെ തന്നെ നോക്കി ഡിസ്ക് ബ്രേക്കാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ പാഡ് കൊടുത്തിട്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ്.
ഇത് ആക്ച്വലി എന്താ ഈ സംഭവം? നിങ്ങളുടെ സൈക്കിൾ, ആദ്യം നിങ്ങൾക്ക് സൈക്കിളിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലായി. സൈക്കിളിൻ്റെ ബ്രേക്ക് ഷൂ കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ ഒരു പാടാണ് അതേ കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? നിങ്ങൾ കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഉടനെ അത് രണ്ടും കൂടെ അമർന്നിട്ട് നിങ്ങളുടെ വീലിൻ്റെ റിമ്മേൽ ഉരച്ചാൻ തുടങ്ങും. ഉരച്ചിട്ടാണ് പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇതാണ് ഈ ഡിസ്ക് ബ്രേക്ക്. അതിൻ്റെ മോഡിഫൈഡ് ചെയ്ത രൂപമാണ് ഇപ്പം നിങ്ങളുടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വണ്ടികളിലെല്ലാം വന്നിട്ട് ഇപ്പം ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ചിലതിൻ്റെ എല്ലാം ബാക്കിൽ കൊണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഡിസ്ക് ബ്രേക്കാണ്. മറ്റേ മുമ്പേ ഞാൻ പറഞ്ഞത് ഡ്രം ബ്രേക്കിനാണെങ്കിൽ അതിന് ഷൂ കൊടുത്തിട്ട് അതിനകത്ത് ഹൈഡ്രോളിക്, എയർ എന്താണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വികസിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ബ്രേക്ക് ഡ്രമ്മിനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ബ്രേക്കിനെ കുറിച്ച് ഇതാണ് പറയാനുള്ള കാര്യം. ഇനി ഈ ഷൂവിനെ കുറിച്ച് ഞാൻ പറയാം. ബ്രേക്ക് ഷൂ നമ്മളെങ്ങനെ റിവിറ്റ് ചെയ്യാൻ പറ്റും? എനിക്കറിയാമോ, ഈ ബ്രേക്ക് ലൈനർ ഇത് വന്നിട്ട് ഫ്രിക്ഷൻ മെറ്റീരിയൽ, അതായത് ഇത് ഉരസി തീരും. അപ്പോൾ മെറ്റലല്ല അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ എന്താണ്, ഒരു കോമ്പൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇതേമാതിരി ആ റൗണ്ടിലാക്കി അതിന് ഹോൾസ് കൊടുത്തിട്ട് അതാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഷൂവേൽ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂവേൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വാഹനങ്ങളിലെല്ലാം വന്നിട്ട് ബ്രേക്ക് ലൈനർ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പേസ്റ്റ് ചെയ്യുന്നതല്ല, റിവിറ്റ് ചെയ്യുക. ഇപ്പോഴുള്ള വാഹനങ്ങളിലെല്ലാം വന്നിട്ട്, ചെറിയ വാഹനങ്ങളിലെല്ലാം വന്നിട്ട് നമ്മൾ അതിനെ ഒട്ടിച്ചു വെച്ചിരിക്കുക, അല്ലേ? എന്നാൽ വലിയ വാഹനങ്ങളിലെല്ലാം വന്നിട്ട് ബ്രേക്ക് ഷൂ നമ്മൾ അത് റിവിറ്റ് ചെയ്തിരിക്കുക. അതെങ്ങനെ റിവിറ്റ് ചെയ്യാൻ പറ്റും, എന്തിന് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ലോഗിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങളുടെ ബ്രേക്ക് ഷൂ ലൈനറാണ് പോയിരിക്കുന്നത്? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്ക് ഷൂ ലൈനറാണ് പോയിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുണ്ടായി ഹൈഡ്രോളിക് ബ്രേക്ക് ആണെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന അതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കത്തില്ല. ഉടനെ ആ ഡ്രൈവർ എന്ത് ചെയ്യും, 1-2 പ്രാവശ്യം പമ്പ് ചെയ്തിട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എയർ ആ ലൈനിൽ എവിടെയോ പ്രവേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ എയറിനൊരു കുഴപ്പം, എയർ മുമ്പിൽ നിൽക്കും, ഫ്ലൂയിഡ് പുറകിലുമായി പോകും. എയർ പോയിട്ട് ആ സംഭവത്തിനെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിനെ അങ്ങോട്ട് പാസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഇതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. എയർ എന്ന് പറഞ്ഞാൽ അത് കനം കുറഞ്ഞതാണ്, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിന് കനം കൂടുതലാണ്. കനം കുറഞ്ഞ സാധനം നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ആ സാധനം മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൂയിഡിനെ അത് കടത്തി വിടാതിരിക്കും. ഓക്കെ, സംഭവം മനസ്സിലായോ? അപ്പോൾ ഇത് കാരണം ഇവിടെ എന്താ സംഭവിച്ച, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എയർ കയറി കഴിഞ്ഞാൽ എയർ മുമ്പിൽ നിൽക്കും, ഫ്ലൂയിഡിനെ അത് സപ്ലൈ ചെയ്യാതെ വരും. ഉടനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എയർ കയറിയിട്ടുണ്ട്. ഉടനെ ആ ഡ്രൈവർ എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്തിട്ട് അവൻ ബ്രേക്ക് പിടിപ്പിക്കും. ഈ പമ്പ് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നതിൻ്റെ, പമ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ എയറിനെ അത് തള്ളി എയർ അതിനകത്ത് നിൽക്കും, ഫ്ലൂയിഡിനെ അത് കുറച്ചുകൂടെ ഫോഴ്സായിട്ട്, അതായത് ശക്തി കൊടുത്തിട്ട് നിങ്ങളുടെ പെഡലിനെ മോളിൽ കൊണ്ടുവരും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്താ സംഭവിച്ചത്, എയറുണ്ട്. എന്നാൽ ഒരു ബ്രേക്ക് ഷൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്ക് ആണെങ്കിൽ തന്നെയും നിങ്ങൾ ബ്രേക്ക് എത്ര പമ്പ് ചെയ്താലും ആ പെഡൽ മോളിൽ വരാതിരിക്കുക. ബ്രേക്ക് ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഒരു 1/2 ഇഞ്ച് നമ്മൾ ബ്രേക്ക് പെഡൽ താഴേക്ക് പോയിട്ട് പിന്നെ അത് കട്ടിയാവും. ഓക്കെ, അന്നേരമാണ് നിങ്ങളുടെ ബ്രേക്ക് പിടിക്കുന്നത്, അല്ലേ?
ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് എവിടുന്നാ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. ബ്രേക്ക് ഷൂ ലൈനറിൻ്റെയും റിമ്മിൻ്റെയും ഇടയിലുള്ള ക്ലിയറൻസ് ആണ് നിങ്ങൾക്ക് ആ 1/2 ഇഞ്ച് അവിടെ കിട്ടുന്നത്. 1/2 ഇഞ്ച് പെഡിലിന് പ്ലേ ഉണ്ടായിരിക്കണം. എന്തിനാ ഷൂ ഡ്രം കറങ്ങണം, ബ്രേക്ക് ഡ്രം കറങ്ങണം അല്ലേ? കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിയറൻസിനെ കണക്ക് കൂട്ടുമ്പോൾ അത് 4 എണ്ണത്തിൽ നിന്നും വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പെഡില് 1/2 ഇഞ്ച് പ്ലേ കിട്ടും. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അതായത് ഈ പ്ലേ എവിടെ നിന്നുണ്ടായി എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയണം ഷൂവിൻ്റെയും ബ്രേക്ക് ഷൂവിൻ്റെയും റിമ്മിൻ്റെയും ഇടയിലുള്ള ക്ലിയറൻസ് ആണ്. അതല്ല നിങ്ങൾ ജാക്കപ്പ് ചെയ്ത് കറക്കാറുണ്ട്, വീല് കറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലേ? അല്പം കാലം ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ പിടിക്കാൻ തുടങ്ങും. ഓക്കെ, അല്ല പ്ലേ ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും? 4 വീലും ജാമായിപ്പോ. അപ്പോൾ പ്ലേ നമ്മൾ അതിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടുന്നു. ബ്രേക്ക് ചവിട്ടിയപ്പോൾ പെഡിൽ താഴെ അങ്ങ് പോയി, കിട്ടുന്നില്ല ബ്രേക്ക്. ഉടനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബ്രേക്ക് പമ്പ് ചെയ്ത് നോക്കി. പമ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ബ്രേക്ക് കിട്ടി. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ സംഭവം? അതിനകത്ത് എയറുണ്ട്. അപ്പം വേറെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലുള്ള ബ്രേക്ക് തന്നെ നിങ്ങൾ പല പ്രാവശ്യം ചവിട്ടിയിട്ടും ബ്രേക്ക് ഫുട്ബോഡിൽ നിന്ന് അതിൻ്റെ ബോർഡിൽ നിന്നും ബോർഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ബ്രേക്ക് പിടിക്കുന്നുള്ളൂ. ഉടനെ നിങ്ങൾ എന്ത് ചെയ്തു? പമ്പ് ചെയ്ത് നോക്കി. പമ്പ് ചെയ്ത് നോക്കിയിട്ടും ആ പെഡിലിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോ ഇതിൻ്റെ അർത്ഥം എന്നാ സംഭവിച്ച്? ഷൂവിൻ്റെ തിക്നെസ് കുറഞ്ഞു. ഓക്കെ, അതായത് ക്ലിയറൻസ് കൂടി. ഈ 1/2 ഇഞ്ച് എന്നുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ തേഞ്ഞു പോയി. ഉടനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബ്രേക്ക് ഷൂ ലൈനർ തേഞ്ഞു അല്ലേ? സംഭവം മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞപ്പോൾ ബ്രേക്ക് പെഡിൽ താഴെ അങ്ങ് ഫുട്ബോളെ പോയി മുട്ടുന്നത്, അന്നേരം ബ്രേക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം ബ്രേക്ക് ഷൂ ലൈനർ തീർന്നു. ഉടനെയാണ് നമ്മൾ നോക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാം. ഷൂവിനെ ബ്രേക്ക് ഡ്രം വെളിയിലെടുക്കുക. എടുത്ത ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂവിൻ്റെ തിക്നെസ് കുറഞ്ഞു, ഷൂ തേഞ്ഞു പോയി. നിങ്ങൾക്ക് ബ്രേക്ക് ഷൂ ലൈനർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എന്താ ഇതിലാണ് ആ ബ്രേക്ക് ഷൂ പിടിക്കുന്നത്? സർഫേസായ സ്ഥലത്തെ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. ബ്രേക്ക് ഷൂ ലൈനറിനെ നമ്മൾ റിവിറ്റ് ചെയ്യുന്നിടത്ത് ഒരു ഹോള് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഹോളുകളാണ് അതിനെ റെസിസ്റ്റൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ റിമ്മിനെ പിടിച്ചു നിർത്തും. ബ്രേക്ക് ഡ്രം വന്നിട്ട് വളരെ സർഫേസാണ് അല്ലേ? അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഷൂ ലൈനറിൽ റിബിറ്റ് അടിക്കുന്നിടത്ത് നമ്മൾ ഇതേമാതിരി ഹോൾസ് കൊടുത്തിരിക്കുന്നത്. ഈ ഹോൾസ് എല്ലാം അങ്ങ് തീർന്നു പോയാൽ ബ്രേക്ക് പിടിക്കാൻ വിഷമമാണ്. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ബ്രേക്ക് പെഡിൽ താഴെ പോകും. പെഡിൽ താഴേക്ക് പോയിട്ട് പിടിക്കത്തുള്ളൂ ബ്രേക്ക്. ദാറ്റ് മീൻസ് പുവർ ബ്രേക്ക്. എന്നാ പറയും? പുവർ ബ്രേക്കാണ്. ബ്രേക്ക് ഉണ്ടായി, പക്ഷേ സഫിഷ്യൻ്റ് അല്ല. വണ്ടി നിൽക്കത്തില്ല. നമ്മളിപ്പം ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി അല്പദൂരം പോയേ വണ്ടി നിൽക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ബ്രേക്ക് ഷൂ ലൈനർ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? ബ്രേക്ക് ഷൂ ലൈനർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇപ്രകാരമായിരുന്നു. ഇനി എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, എന്ത് ചെയ്യും അതിന് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ലോഗിൽ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാം എന്ത് ചെയ്യണം ഇതിന്. നിങ്ങൾക്ക് ഡിഫക്റ്റ് മനസ്സിലായി, ഇതാ സംഭവം, ഷൂ തേഞ്ഞു പോയതാണ്. ഉടനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ജാക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്കവാറും ആശാന്മാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ജാക്കപ്പ് ചെയ്ത് വെച്ച് വീലൊന്ന് കറക്കി ഡ്രൈവറോട് പറയാം ചവിട്ടി കഴിഞ്ഞ് അയാൾ ആ വീല് കറക്കി നോക്കാൻ ശ്രമിക്കും. ഓക്കെ, കറങ്ങുന്നില്ല, സ്ട്രോങ്ങാണ്.
ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ബാക്കി സിസ്റ്റമൊക്കെ ശരിയാണെന്നായിരിക്കും മനസ്സിലാവും. ഓക്കെ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിൻ്റെ ആ ബ്രേക്ക് ഡ്രം വെളിയിലെടുക്കണം. ആദ്യം വീലഴിക്കുക. നിങ്ങൾ ജാക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് വീലാണോ ജാക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ ആ നട്ട് ഗ്രൗണ്ടിൽ തന്നെ, അതായത് നിലത്ത് വെച്ചുകൊണ്ട് തന്നെ ആ നട്ട് ലൂസ് ചെയ്തേക്കണം. അല്പം ഓരോ ത്രെഡ് ലൂസ് ചെയ്ത് വെച്ചേക്കണം. അന്നേരം നിങ്ങൾക്ക് എന്നാ ഗുണം, പൊക്കിയാൽ ഉടനെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്രേക്ക് അടിച്ചാലൊന്നും ചിലപ്പോൾ നിൽക്കത്തില്ല, കാരണം ഇതെല്ലാം തേഞ്ഞു പോയതാണെങ്കിൽ വീല് കറങ്ങും. ഗിയറിലിടാമെന്ന് വെച്ചാൽ ഗിയറും ശരിയല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം, നിങ്ങൾ ഏത് വീൽ അഴിക്കാൻ ഒരുങ്ങുന്നോ ആ വീലിനെ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ വെച്ച് തന്നെ അതിൻ്റെ നട്ടങ്ങ് ലൂസ് ചെയ്ത് അല്പം ലൂസ് ചെയ്തേക്കണം. അതിന് ശേഷമേ വീല് പൊക്കാവുള്ളൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. വീല് പൊക്കിയിട്ട് നമ്മൾ ആദ്യം വീലഴിച്ച് വെച്ച്, വീലഴിച്ച് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ വീല് ആ ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഭാഗത്തായിട്ട് തന്നെ വെച്ചേക്കണം. കാരണം എന്താണെന്നറിയാം, നിങ്ങളെപ്പോഴും ഞങ്ങളോട് ഞാൻ പറയാറുള്ളത് പോലെ സേഫ്റ്റി, ആദ്യം നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. എന്ത് ജോലി ചെയ്യുന്നെങ്കിലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ നമ്മൾ ജോലി ചെയ്യാവുള്ളൂ. നിങ്ങൾ വീലും എല്ലാ വീലും അഴിച്ച് മാറ്റി അതിൻ്റെ അടിയിൽ ഇത് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ വണ്ടി താഴെ വീഴും. നിങ്ങൾ അതിനിടയ്ക്ക് അതിനകത്ത് കയറി ജോലി ചെയ്യും, പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അഴിക്കുന്ന വീല് നമ്മളെ ആ ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തേരും. അഥവാ ബൈ ചാൻസ് ഒന്ന് വീണാലും നിങ്ങൾക്കൊരു കുഴപ്പവും വരികയില്ല. ഓക്കെ, യെസ്. അതിനുശേഷം വീല് വെച്ച് അഴിക്കുക. അഴിച്ച ശേഷം അതിൻ്റെ ബ്രേക്ക് ഡ്രം വലിച്ചെടുക്കാൻ നിങ്ങളുടെ വർക്ക്ഷോപ്പുകളിലെല്ലാം വന്നിട്ട് പുള്ളറുണ്ട്. നിങ്ങൾ ഈ ആമറൊക്കെ ഇതിനിട്ട് അടിക്കാൻ പാടില്ല. വലിയ ആമർ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര അടിച്ചു കഴിഞ്ഞാൽ ഇത് കാസ്റ്റ് അയൺ ആണ്, ബ്രേക്ക് ഡ്രം പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ പുള്ളർ ഉപയോഗിച്ച് എടുക്കാവൂ. പുള്ളർ ഉപയോഗിക്കുന്നതിന് 2 ലെഗ് പുള്ളറുണ്ട്, അല്ലെങ്കിൽ 3 ലെഗ് പുള്ളറുണ്ട്. ഏത് പുള്ളറാണെങ്കിലും അതിൻ്റെ സെൻറ്ററിലുള്ള ആ ത്രെഡഡ് സാധനം അതിൻ്റെ ഷാഫ്റ്റേ കൊടുക്കുക. ബാക്കി പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡ്രം പുറകോട്ട് വന്നോളൂ. ഡ്രം വെളിയിലെടുക്കുക. എടുത്ത ശേഷം നിങ്ങളൊന്ന് നോക്കിക്കേ എന്താ അവിടെ നടക്കുന്ന സംഭവം. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, വീൽ സിലിണ്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സിസ്റ്റമാണോ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഷൂ ഇങ്ങനെ ഹാഫ് റൗണ്ടിലല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വല്ലതും വെച്ചിട്ട് പതുക്കെ ഡ്രൈവറോട് പറയണം, പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഷൂ ഇതേമാതിരി എക്സ്പാൻഡ് ആവും. അന്നേരം നിങ്ങൾക്ക് കാണാം ആദ്യം ഏത് ഷൂ ആണ് വർക്ക് ചെയ്യുന്നത്. മിക്കവാറും ഫ്രണ്ടിലോട്ടുള്ള ഷൂ, വാഹനം ഇപ്പം ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഷൂ ആയിരിക്കും ആദ്യം അനങ്ങുന്നത്. അതിന് ശേഷമേ പുറകിലത്തെ ഷൂ അനങ്ങത്തുള്ളൂ. ഇത് രണ്ടും പ്രോപ്പർ വർക്ക് ചെയ്യുന്നോ എന്ന് നോക്കണം. ഓക്കെ, മനസ്സിലായോ? സ്ക്രൂ ഡ്രൈവർ 2 സൈഡിലും വയ്ക്കുക. ഡ്രൈവറോട് പറയുക പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് വീൽ സിലിണ്ടറിനകത്താണ് പിസ്റ്റൻ 2ഉം വെളിയിലേക്ക് നീങ്ങിയാൽ ഉടനെ ഷൂ അനങ്ങും. ഇപ്പോൾ നിങ്ങളുടെ വീൽ സിലിണ്ടർ കറക്റ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷൂവിൻ്റെ കാര്യം നോക്കി, അതിനുശേഷം വർക്ക് ചെയ്യുന്നോ നോക്കി, അതും ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ട ഷൂവിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്. ഷൂ തേഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതിനല്ലേ നമ്മളിപ്പോൾ ഈ ഒരുങ്ങുന്നത്. ഷൂ തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെങ്ങനെ അഴിച്ചെടുക്കാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഷൂകൾ ഏത് സൈഡിലാണ് ഫിറ്റായിരിക്കുന്നത്, റൈറ്റിലേതാണ് ലെഫ്റ്റിലേതാണ്, അതായത് ലീഡിങ് ഷൂ ഏതാണ് സെക്കൻഡറി ഷൂ ഏതാണ് നമ്മൾ അടയാളപ്പെടുത്തിയേക്കണം. നേരം നിങ്ങൾക്ക് എന്താ കാര്യം, ഇപ്പം നിങ്ങൾ ഈ 4 ഷൂ അഴിക്കാൻ പോവുക. ഓക്കെ, ഈ ഷൂകളെല്ലാം വെളിയിലെടുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതേ പൊസിഷനിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇതിനകത്ത് എന്തെല്ലാം സാധനമാണ് ഉള്ളത്? 2 ഷൂ ഉണ്ട്, 2 സ്പ്രിങ്ങുകളുണ്ട് ഇല്ലേ? അടിയിൽ ഒരു ചെറിയ സ്പ്രിങ് ഉണ്ട്, മുകളിൽ ഒരു വലിയ ശക്തമായ സ്പ്രിങ് ഉണ്ട്. ഈ ശക്തമായ സ്പ്രിങ്ങും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ
ആഫ്റ്റർ ബ്രേക്കിംഗ് നമ്മൾ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ ശക്തമായ ഷൂ ആണ്, ശക്തമായ സ്പ്രിങ് ആണ് ഷൂവിനെ പിടിച്ച് അടുപ്പിക്കുന്നത്. ഈ അടുപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മാസ്റ്റർ സിലിണ്ടർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വാക്വം ഇവിടെ നിന്ന് പോയിട്ടാണ് ചെക്ക് വാൽവിനെ പുറകോട്ട് തള്ളിയിട്ട് കയറിയ എത്ര ബ്രേക്ക് ഫ്ലൂയിഡ് പോയോ അത്രയും ബ്രേക്ക് ഫ്ലൂയിഡ് തിരിച്ചു വന്ന് കയറുന്നു. ഇതിനകത്ത് വന്നിട്ട് അന്തരീക്ഷ മർദ്ദവുമായിട്ട് അതിന് ബന്ധമുണ്ട്. എത്ര ബ്രേക്ക് ഫ്ലൂയിഡ് പോയോ അത്രയും ബ്രേക്ക് ഫ്ലൂയിഡ് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഉടനെ ഈ റിട്ടേൺ ചെക്ക് വാൽവ് വന്നിട്ട് നേരെ അതിൻ്റെ സീറ്റിലേക്ക് വന്നെങ്കിരിക്കുക. അടുത്ത ബ്രേക്കിന് അത് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ തിയറിയൊക്കെ മനസ്സിലാവും. ഇത് ബ്രേക്ക് സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലവരെ മനസ്സിലാക്കിയോളും. ഞാൻ അതിൻ്റെ ഒരു പ്രാരംഭ കാര്യമാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അനുസരിച്ച് അതിനാണ് നിങ്ങളുടെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അടപ്പേൽ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിൽ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോമ്പൻസെറ്റിംഗ് പോർട്ട്, വേറൊന്ന് മെയിൻ പോർട്ട്. കോമ്പൻസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറയുണ്ടായി, എന്തോ നഷ്ടപ്പെട്ട സാധനത്തിനെ അത് വീണ്ടെടുക്കുന്നു. കോമ്പൻസെറ്റിംഗ് അലവൻസ്, ആരുടെയും അംഗവൈകല്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒരു അലവൻസാണ്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതാ സംഭവം. അപ്പോൾ ഇത് നമ്മളെ ഇത് നോക്കിയ ഇത് ഷൂവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷൂവിൻ്റെ ഇത് നോക്കി മനസ്സിലാക്കി. ഓക്കെ, ഷൂ എടുത്തു. ഷൂ വെളിയിലെടുത്തിട്ട് ആദ്യം നിങ്ങൾ നോക്കേ എന്താ അതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇതിനെ ഷൂ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിയർ ഫ്രണ്ട് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്തേക്കണം. നോട്ട് ചെയ്ത ശേഷം നമ്മുടെ സ്പ്രിങ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ മുകളിലത്തെ സ്പ്രിങ്, റിട്ടേൺ സ്പ്രിങ്, ഓക്കെ, റിട്രാക്റ്റിംഗ് സ്പ്രിങ്, 2-3 പേര് പറയുന്നുണ്ട് അതിന്. ആ സ്പ്രിങ് നിങ്ങളെ സ്ക്രൂ ഡ്രൈവറോ വലിയ വണ്ടിയാണെങ്കിൽ ടയർ ലിവറോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സ്പ്രിങ്ങിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സ്പ്രിങ്ങിൻ്റെ കാര്യമാണ് മുമ്പ് ഞാൻ പറഞ്ഞു വന്നത്. ബലമായ സ്പ്രിങ്ങാണ്, ഭയങ്കര ശക്തമായ സ്പ്രിങ്ങാണ്. നമ്മളെ കൊണ്ടൊക്കെ അത് ഒരുപക്ഷെ എടുക്കാൻ പറ്റാതെ വന്നില്ല, അതുപോലെ ശക്തിയുള്ള സാധനമാണ്. അതിന് നമ്മൾ പല വലിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഒത്തിരി വേലകളൊക്കെ ചെയ്താണ് അത് ഇറക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്പ്രിങ് എടുക്കുക. ആ സ്പ്രിങ് എടുത്ത ശേഷം അതിനെ അവിടെ പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലോക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോണം അത് എവിടെയായിരിക്കുന്നത്. ആ ലോക്ക് എടുക്കുക. ലോക്ക് എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ 2 ഷൂവും ഈസി ആയിട്ട് വെളിയിലെടുക്കാൻ പറ്റും. ഓക്കെ, എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ 4 വീലിൻ്റെയും ഷൂ റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബ്രേക്ക് ഷൂവിനെ നമ്മൾ റിമൂവ് ചെയ്യണം അതിൻ്റെ ഷൂവിൽ നിന്നും. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ നമ്മളെ ഡ്രിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പഴയ റിവിറ്റ് നമ്മൾ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആ ബ്രേക്ക് ഷൂ ലൈനർ അതെടുക്കുമ്പം കണ്ടോ അതേ രൂപത്തിൽ തന്നെ അവരെടുക്കും. അതെടുത്തിരിക്കണം. ചിലരൊക്കെ ഉണ്ട് അതെല്ലാം ആമർ കൊണ്ട് അടിച്ച് ചിസിലും കൊണ്ടെല്ലാം അടിച്ച് പൊട്ടിച്ചെല്ലാം വൃത്തികേട് അങ്ങനെ എടുക്കാൻ പാടില്ല. നിങ്ങളതിനെ റിവിറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് അതേ രൂപത്തിൽ തന്നെ അത് വെളിയിലെടുത്തിരിക്കണം. ഓക്കെ, അതിന് നമ്മളെ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ റിവിറ്റ് ചെയ്യും അല്ലെങ്കിൽ ചിസിൽ കൊണ്ട് അതിൻ്റെ ആ റിവിറ്റ് ചെയ്തിരിക്കുന്നത് അടിച്ചടിച്ചടിച്ച് കളഞ്ഞ ശേഷം എല്ലാ റിവിറ്റുകളും നീക്കിയ ശേഷം ആ ഷൂ വെളിയിലെടുക്കുക. ലൈനർ നിങ്ങൾ വെളിയിലെടുത്ത് അതിനെ നോക്കാം. ഇനിയും നിങ്ങൾക്കറിയാമോ, അത് അത്രയും കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെങ്കിലും ഓരോന്നിനും സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ ഓരോ ഷൂവിനും പ്രത്യേകം അതിൻ്റെ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഷൂ എടുക്കുക, ലൈനർ എടുത്ത ശേഷം നമ്മളെ എല്ലാത്തിനെയും കൊണ്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമ്മുടെ ബ്രേക്ക് ഷൂ അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്തിരിക്കണം. അമരി പേപ്പർ മുഖാന്തരം നമ്മളതിനെ നല്ലപോലെ വൃത്തിയാക്കി കോട്ടൺ പേസ്റ്റ് കൊണ്ട് തൂത്ത് എല്ലാം നല്ല ക്ലീൻ ആക്കണം. അതിന് ശേഷമേ പുതിയ ലൈനർ റിവിറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, റിവിറ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ആദ്യം നമ്മളെ വയസ്സേൽ നമ്മളെ ഇതേമാതിരി ഒരു സംഭവം ഈ ഒരു വയസ്സേൽ നമ്മളെ ഇതേമാതിരി ഒരു ടൂൾ ഫിറ്റ് ചെയ്യണം. ഒരു ഇതേമാതിരി ഒരു ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ട്, പഞ്ചില്ലേ, സെൻട്രൽ പഞ്ച് പോലെ പഞ്ച്. ആ പഞ്ച് നമ്മൾ വയസ്സേൽ ഇതേമാതിരി ഉറപ്പിക്കണം. നിങ്ങൾ നോക്കണം, ഇതിൻ്റെ ഈ മുകൾ വശം ഉണ്ടല്ലോ, ഇത് റിവിറ്റിന് ആ ബ്രേക്ക് ഷൂ ലൈനറിൻ്റെ ഹോളിനകത്ത് കയറി റിവിറ്റ് ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ ഇരിക്കണം. എങ്കിലും നിങ്ങൾ മുകളിൽ നിന്ന് നമ്മൾ അടിക്കുമ്പോൾ ഇത് താഴേക്ക് പോകാതിരിക്കത്തുള്ളൂ. ഇത് നമ്മളെ വയസ്സേൽ നല്ല ശക്തമായിട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ആണി അതിൻ്റെ കുടയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, അത് തിരിച്ചിങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആമർ അടിച്ചു കൊടുക്കും. അടിച്ച് നമ്മൾ ഇതിനെ, ഞാനിവിടെ ഒരു പടം കാണിക്കാം, ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാണാം, ഇത് കണ്ടോ പടം? ഇവിടെ കണ്ടോ, നമ്മൾ വയസ്സ് ഇത് കണ്ടോ, വയസ്സ് ഞാനിപ്പോൾ ഈ പേന കൊണ്ട് കാണിച്ച പോലെ ഒരു ടൂൾ അവിടെ ഫിക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഷൂ, ഇത് കണ്ടോ, ബ്രേക്ക് ഷൂ ആണ്, അതിൻ്റെ മുകളിൽ ലൈനർ വെച്ചിരിക്കുക. കാണാവോ? ലൈനർ വെച്ചിരിക്കുകയാണ്. ലൈനറെ കണ്ടോ, ഹോളായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഹോളിലേക്ക് നമ്മൾ കണ്ടോ, ഇതാണ് പഞ്ച്. ഈ പഞ്ച് വെച്ചിട്ട് നമ്മൾ പിടിച്ചിട്ട് ആമർ കൊണ്ട് അടിക്കണം. ഓക്കെ, അടിച്ചു കഴിയുമ്പോൾ ഇത് ഇവിടെ റിവിറ്റായിട്ട് ഇരുന്നോളൂ. ക്ലിയർ? പടം വരയ്ക്കാനുള്ളതാണ്. ഈ പടം അത്രയും നല്ലതല്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല അടിപൊളി പടമായിരിക്കണം. ഓക്കെ, പടം തരുന്നുണ്ട്, ഞാൻ അയച്ചു തരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നമ്മളെ ഒരു കൈ ഇതേ പിടിക്കുക, ഒരു കൈ ഇതേ പിടിക്കുക. വേറൊരാളുടെ സഹായം ഇതിനാവശ്യമാണ്. കാരണം നമുക്ക് 2 കൈയല്ല ഉള്ളൂ, ഇവിടെ ഇപ്പോൾ 3 കൈ വേണം. ഒരാൾ ഇതൊന്ന് പിടിച്ചു കൊടുക്കണം, കറക്റ്റ്. പക്ഷേ വെക്കുന്നതും ബാക്കി സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളായിരിക്കും. ഇവിടെ ഹെൽപ്പറുടെ ജോലിയാണ്, അവനതൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങളെ ഇതേമാതിരി പിടിച്ചു കൊടുക്കുക, നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവിറ്റ് യാതൊരു കാരണവശാലും ലൂസാകാൻ പാടില്ല. ലൂസായിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രേക്ക് ലൈനർ ഇതൊന്ന് വിട്ടുപോകും. ഓക്കെ, വിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ജാമാവും, പ്രശ്നങ്ങളുണ്ടാവും, ബ്രേക്ക് പിടിക്കാതെ വരും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ ഇപ്രകാരം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യാതൊരു കാരണവശാലും ബ്രേക്ക് ഷൂവിന് വെളിയിൽ ലൈനർ പോകാൻ പാടില്ല. പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡ്രമ്മേൽ അത് ഉറച്ചിക്കൊണ്ടിരിക്കും. നല്ല കറക്റ്റായിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കണം. സെക്കൻഡ്, ഇത് അടിക്കുമ്പോൾ നിങ്ങളെ സെൻറ്ററിൽ നിന്നേ തുടങ്ങാവുള്ളൂ. ഇപ്പോൾ സപ്പോസ് 10 റിവിറ്റ് ഉള്ളതാണ്, 5 5 അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, സെൻറ്ററിൽ നിന്ന് തുടങ്ങണം, ക്രോസ് വൈസ് ആയിരിക്കണം റിവിറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ സപ്പോസ് ഇപ്പോഴത്തെ ഇവിടെ അടിക്കുന്നു അല്ലേ, ഇത് അടിച്ചെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്രോസിൽ ഇവിടെ അടിക്കാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിക്കാവുള്ളൂ. അതുപോലെ തന്നെ അടിക്കുന്നത് നല്ല ഇതായിട്ട് അടിച്ച് ഉറപ്പിച്ചിട്ടേ അത് വിടാവുള്ളൂ. ബാക്കി മുഴുവനും അവസാനം നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കണം, റിവിറ്റൊക്കെ ശരിയാണോ. അതുപോലെ നിങ്ങൾ ഈ ബ്രേക്ക് ഷൂ എടുത്തിട്ട് ഇതേമാതിരി സപ്പോസ് ഇത് ബ്രേക്ക് ഷൂ ആണെന്ന് വിചാരിച്ചു, നിങ്ങൾ ഇതിനിടയ്ക്ക് കൂടെ നോക്കണം, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ. ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ബ്രേക്ക് ഡ്രം കയറാതെ വരും, തിക്നെസ് കൂടി പോകും. ഓക്കെ, യാതൊരു കാരണവശാലും അങ്ങനത്തെ മണ്ടപ്പണികൾ ചെയ്യരുത്. എല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കിക്കോണം. അതെടുത്ത് വെച്ചിട്ട് ആ റൗണ്ടിലാണല്ലോ ആ സാധനം ഇരിക്കുന്നത്, എടുത്ത് നിങ്ങളെ ഇതേമാതിരി പിടിച്ചിട്ട് നോക്കണം, ഇതിനകത്തൂടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ. അതുപോലെ തന്നെ അത് തട്ടി നോക്കണം. ഒരു ടൈറ്റായിട്ടുള്ള ഒരു സാധനത്തെ തട്ടിയാൽ അതിൻ്റെ ഒച്ച വേറെ ആയിരിക്കും, ലൂസാണെങ്കിൽ അതിൻ്റെ ശബ്ദം വേറെ ആയിരിക്കും. ഓക്കെ, ഇനി അതിന് ശേഷം
റിവിറ്റ് ഇത് മുഴുവൻ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ അടിക്കുക. അടിച്ച ശേഷം നിങ്ങൾ ആ ബ്രേക്ക് ഷൂവിൻ്റെ സർഫേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫയർ കൊണ്ട് തൂത്തേക്കണം. എന്തിനാണ്? നിങ്ങളുടെ കയ്യിലൊക്കെ ഗ്രീസോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ കാണും, അത് അതേ പിടിച്ചിരിക്കും. അപ്പം അതൊന്നും വരാതെ നല്ലപോലെ നല്ല അമരിപ്പേപ്പർ ഇട്ട് നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി ഫിറ്റ് ചെയ്യാവുള്ളൂ. ഫിറ്റ് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമേ അതേ മാർക്ക് ചെയ്തിട്ടുണ്ടില്ലേ, ഫ്രണ്ടെന്നും റിയറെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫിറ്റ് ചെയ്യാം. അടിയിലത്തെ സ്പ്രിങ് ആദ്യം ഇടുക, ചെറിയ സ്പ്രിങ്. അതിനുശേഷം മുകളിലത്തെ സ്പ്രിങ് വലിച്ചിടുക. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് അതെ. ബാക്കി എല്ലാം ഈസിയായ പണികളാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ, നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇത് ബ്രേക്കാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്തു വിട്ട ജോലിക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോഗിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.